ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നൂഡിൽസ് ചിക്കനാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഞാൻ ബീൻസ് അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, സവാള ഒരെണ്ണം അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. ഒരു ബൗളിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിനകത്ത് ഞാനിവിടെ ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ സ്റ്റവ് കത്തിച്ചിട്ട് ഞാൻ ചരുവത്തിനകത്ത് അരച്ചരുവം വെള്ളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ നൂഡിൽസ് വേവിക്കാൻ ഇടുമ്പോൾ അത് പറ്റിച്ചാണ് എടുക്കണത്. ഇത് നമ്മൾ കോരി ഒരു പാത്രത്തിൽ വെക്കുകയാണ് ചെയ്യണത്. തണുത്തതിന് ശേഷമാണ് അത് പിന്നെ ബാക്കി പരിപാടി ചെയ്യുന്നത്. നമുക്ക് ഈ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ലേശം വെളിച്ചെണ്ണ നമുക്ക് അതിനകത്തേക്ക് തൂളി കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുകയല്ലേ. നമുക്ക് ഉരുളി അത് ചൂടാകാനായിട്ട് വയ്ക്കാം. നമ്മുടെ ഉരുളി ഇവിടെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, നിങ്ങൾ ഏതാണോ ഓയിൽ ഉപയോഗിക്കണോ അത് ഉപയോഗിക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ബീൻസും ക്യാരറ്റും സവോളയും ചിക്കനും കൂടെ വേവിച്ചതൊന്ന് ഇട്ട് ഒന്ന് ലേശം ഒന്ന് വാട്ടിയെടുക്കാവേ. നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇത് കഴിഞ്ഞൊരു ഇച്ചിരി തൊണ്ട അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാനതിന് എടുക്കുകയാണ്. വെറുതെ കുടിക്കും. നമുക്ക് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ലേശം ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം കുരുമുളക് പൊടിയും കൂടെ തൂളി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇച്ചിരി മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ടുള്ളത് കാരണമാണ്. അല്ലെങ്കിൽ ആ ചിക്കൻ വെറുതെ വെള്ളയായിട്ടിരിക്കുമ്പോഴത്തേക്ക് കഴിക്കാനൊരു സുഖമുണ്ടാകും. നമുക്ക് നമ്മുടെ നൂഡിൽസ് വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ ഇച്ചിരി മസാല തൂളി കൊടുക്കാം. നമ്മുടെ ഈ നൂഡിൽസിനകത്ത് നമുക്കൊരു മസാല കിട്ടുമല്ലോ, അതാണ് ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുമ്പോൾ മുളകൊക്കെ ആവശ്യത്തിന് ഇട്ട് ഉപ്പൊക്കെ ഇട്ടേക്കുന്ന കാരണം ഞാൻ അധികം ഈ മസാല ചേർത്ത് കൊടുക്കണില്ല. ഇഷ്ടമാണെങ്കിൽ എല്ലാവർക്കും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടത് കാരണമാണ് ഞാൻ കുറച്ച്. അപ്പം നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റിൽ കൂടി അറിയിക്കണം.